വടക്ക് പടിഞ്ഞാറൻ മൂലിൻ്റെ ഈ വശത്തേക്ക് നമ്മൾ കടക്കാറില്ല. ഇതന്നെ ഇത് കുറേ പേരെ വീട്ടിലുണ്ട് ചുണ്ടങ്ങ. അല്ല ചുണ്ടങ്ങ വേണ ഈ മത്തങ്ങ നോക്കിയേ, എന്താ മത്തങ്ങ ഷേപ്പൊക്കെ മാറിയത്. ഇതിൽ വേണമെങ്കിൽ കെണി വെച്ച് അവിടുത്തെ തരപ്പര പിടിക്കാൻ പറ്റും. ജഗതൊക്കെ പൊട്ടിക്കറ വേഗം, ഈ വെയിലിൽ നിന്ന് വേഗം രക്ഷപ്പെടാൻ. രാവണൻ്റെ അമ്മാവനാന്നോട് മാലിവാന ആരാണ്ട് വരും. ഓർമ്മയിൽ കൃത്യമായിട്ട് പറഞ്ഞോളാ. ഫീൽ ചെയ്യണോ പോയി ക്ഷീണം മാറ്റിയിട്ട് ആയ രാവണ. പൂവും കൊണ്ട് കണ്ടത്തിലിട്ടു, കണ്ടം എനിക്ക് നെല്ല് തന്നു, നെല്ലും കൊണ്ട് ചെമ്പിലിട്ടു, ചെമ്പ് എനിക്ക് പുഴുങ്ങി തന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പറമ്പിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മൂലിൻ്റെ ഈ വശത്തേക്ക് നമ്മൾ കടക്കാറില്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാക്കിയാലും ഒരു ജാതി വൃത്തികേടാ കണ്ടില്ല, ആകെ തോന്നിയ പോലെ കിടക്കുക. അപ്പോൾ ഇങ്ങോട്ട് ഇന്ന് വരാനായിട്ടുള്ളൊരു കാരണം ഉണ്ട് കേട്ടോ. നമുക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് പറഞ്ഞിട്ടാണെന്നറിയും, ഓരോ പടങ്ങൾ കാണിച്ചിട്ട് ഇതേ ചുണ്ടങ്ങ ചുണ്ടങ്ങ ഇതന്നെ ഇത് കുറേ പേരെ വീട്ടിലുണ്ട് ഈ ചുണ്ടങ്ങ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഈ ചുണ്ടങ്ങ എന്നിട്ടാണ് മനസ്സിലാക്കി ചുണ്ടങ്ങ ആളുകൾ ഉണക്കിയും നമ്മുടെ ആ മറ്റേ മറ്റേ കൂട്ടാൻ്റെ പേരുന്ന ചുണ്ടങ്ങയുടെ കൂട്ടാൻ മറ്റേ ഈ കുമാരി ചുണ്ടങ്ങ തീയിൽ ഉണ്ടാക്കാനായിട്ടേ. അപ്പോൾ കുറേ പേരെ വീടുകളിൽ ഈ സാധനം ഉണ്ട്, ഇത് തന്നെയാണ് ചുണ്ടങ്ങ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ഇത് ചെയ്യും. അപ്പോൾ ഈ ചുണ്ടങ്ങ ഈ പ്രദേശത്ത് മുഴുവൻ ചുണ്ടങ്ങയാണ്. ഇവിടെ കൊള്ളിയുണ്ട് കടാ. ഈ സമയത്ത് കണ്ണി കൊള്ളിട്ടോ ശരി. അപ്പോൾ ഇവിടെ നമുക്ക് വെടുപ്പാക്കണം. അതോടൊപ്പം ഒരു കിലോ ചുണ്ടങ്ങയെങ്കിലും കിട്ടും ഇതിപ്പോൾ. അപ്പോൾ ചുണ്ടങ്ങേരെ മറ്റേ നമ്മൾ ഈ തൈരിലിട്ടുള്ള പരിപാടിയില്ലേ, തൈര് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് ചുണ്ടങ്ങ ചതച്ചിട്ട് തൈരിലിട്ടിട്ട്, ഇപ്പോൾ നല്ല വെയിലാണ്, അപ്പോൾ നമുക്ക് നന്നായി ഉണക്കിയിട്ട് അത് ഈ ചുണ്ടങ്ങേരെ മറ്റേ സാധനത്തിനെന്ന് പറയാൻ തരുതാ ഉണക്കി കഴിഞ്ഞിട്ട് നമ്മൾ വറ്റലല്ല ഈ പറയാനേ കൊണ്ടാട്ടം, ചുണ്ടങ്ങ കൊണ്ടാട്ടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ചുണ്ടങ്ങയാണെങ്കിൽ കംപ്ലീറ്റ് ഇതായിപ്പോൾ സരിത കംപ്ലീറ്റ് ചുണ്ടങ്ങന്ന് പൊട്ടിച്ചോ. ഞാനിവിടെ വെടുപ്പാക്കാം. ഇവിടെ കൊള്ളിയും അതൊക്കെ ഉണ്ട് കണ്ട. ഈ കൊള്ളി കണ്ട, ഇതിൻ്റെ കട വലിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ മുരിങ്ങേരാലും ഇഷ്ടം പോലെ ഉണ്ട്. ആ മുരിങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ മുറ കൊണ്ടുന്നുണ്ട്. ചുണ്ടങ്ങ പൊടിച്ചോ കണ്ട. ഇവിടെയാണ് കുഴപ്പം. ഇവിടെ നിറയെ ചുണ്ടങ്ങ തൈകളാണ് മുളയ്ക്കുന്നത് കണ്ട. ഈ പ്ലാവിൽ ചക്കിയിട്ടാ, പക്ഷെ ഇത് ആയിട്ടില്ല. ചേട്ടാ അതൊക്കെ അങ്കിടല്ലോ ചേട്ടാ. മറ്റേ അതാക്കാം. ഞാൻ ഇവിടുന്ന് വെടുപ്പാക്കി വരട്ടെ വെച്ചിട്ടാ. ഇല്ല, ഇവിടെ നല്ല വെയിലുണ്ട് സ്ഥലമാണേ, അതിന് ഇവിടേക്ക് വരാത്തത് ചെയ്യാം. അല്ല ഞാൻ ചുണ്ടങ്ങ വേണ വയറിന് ഏറ്റവും നല്ലതാണ്. വാ അതെ എന്നാ എവിടെയാ അതൊന്ന് കണ്ടിട്ട് വരാം. എന്താ സ്പെഷ്യൽ മത്തങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ കത്തിരിക്കണ വാ. മറ്റേ മഞ്ഞില്ലല്ലോ, എവിടെയാ? അവിടെയുണ്ട്. നല്ല ചൂടാ. കോഴികൾ മുട്ടയിട്ട് തുടങ്ങിയ എന്തുട്ടേക്ക് പൊട്ടിച്ച്. കുമ്പളങ്ങ വേണം, കുമ്പളങ്ങ കഴിഞ്ഞു. അന്നാലും ചേട്ടൻ അത് കഴിഞ്ഞു. വലിപ്പം കൂടിയത് പൊട്ടിക്കാം, ഏത് വേണമെങ്കിലും പൊട്ടിക്കാം. കുമ്പളങ്ങയുടെ അലുവിൻ്റെ ആക്കിയാലോ അന്നത്തെ പോലെ ഈ ഞായറാഴ്ച. അപ്പോൾ പൊട്ടിക്കണ്ടല്ലേ? ആ ഈ മത്തങ്ങ നോക്കി മത്തങ്ങ വലിപ്പം. ഇത് എത്ര കിലോ ഉണ്ട്? ആ ഇപ്പം അവിടെ ഈ ഒരെണ്ണം സീമര വീട്ടിൽ കൊണ്ടുപോയി ഇത്ര പോകുന്നത്, പിന്നെ ഒരെണ്ണം ചേരാണ്. അപ്പം അല്ല ചേട്ടന് വേണ്ടേ? വേറെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അതെ വലുത് വരണമോ? അവിടെ ഇതെവിടെ ഈ വിത്ത് വാങ്ങിച്ചത്? അപ്പോൾ ഇത് മുറിക്കാൻ പോലെ മുറിച്ചോ? അങ്ങനെ മഹത്തായ ഒരു വലിയ മത്തങ്ങാട്ടാ. ഇതേ അല്ല ചേട്ടാ മുറുക്കി അടിയിൽ വെച്ചിട്ട് മുറിക്കാം. ആ സരിത ഇവിടുന്ന് സരിത ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും.
താഴ്ത്തിക്കില്ല. എന്തായാലും നമ്മൾ ഇങ്ങനത്തെ മത്തങ്ങ കണ്ടിട്ടില്ല ഇത് നമ്മൾ സാധാരണ അങ്ങനത്തെ മത്തങ്ങല്ലേ. എന്താ മത്തങ്ങയുടെ ഷേപ്പൊക്കെ മാറിയത് അല്ലേ? കാലാവസ്ഥ മത്തങ്ങ എന്ന് പറയുമ്പോ നമുക്ക് ആ മറ്റേ ഇങ്ങനെ ഇരിക്കണ മത്തങ്ങയാണല്ലോ നമ്മുടെ മനസ്സിൽ. ഇതുകൊണ്ട് ഇപ്പൊ എന്തൊരു ചെയ്യാം നമുക്ക്? കൂട്ടാൻ വയ്ക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്തൊരു ചെയ്യാം. പായസം വെച്ചോ, മത്തങ്ങ പായസം. മത്തങ്ങ പായസം നല്ല ടേസ്റ്റാ. ഒരു കഷ്ണം എടുത്ത് മത്തങ്ങ പായസം വയ്ക്കാം. അത് മത്തയുടെ അലുവിൻ്റെ അലുവിയും പായസം കണക്കന്നെയല്ലേ. അലുവിയാകുമ്പോ പണി കൂടുതലാ, കൊറേ നേരം ഇളക്കി. കുക്കുംബർ ഞാനൊരു കുക്കുംബർ അവിടെ ഉണ്ട്. കുമ്പളങ്ങ ഒരെണ്ണം പൊടിച്ചായി കേട്ടോ ചേട്ടാ, കൂട്ടാൻ വെക്കി. മത്തങ്ങ പിടിച്ച് ക്ഷീണിക്കുന്നു പറയില്ലേ, ഈ കുക്കുംബറിന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത്ര വലിപ്പല്ലേ അവിടുത്തെ പണിയുടെ ഇടയിൽ തിന്നാം. ഈ മത്തങ്ങ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് പറ്റും അല്ലേ? ഇന്നലെ ഞാൻ സാമ്പാർ വെച്ചപ്പോഴേ ആലോചിച്ചു, കുമ്പളങ്ങ ഉണ്ടായിരുന്നില്ല. പക്ഷെ കണി വെച്ച വെള്ളം ഇരിക്കിരിക്കണ്ടത് അതിട്ടിട്ട് തന്നിട്ട് വെച്ചേ. അതൊക്കെ അല്ലേ രണ്ട് ഇഷ്ടം, ഏത് വേണേ പിടിച്ചോ. വേണ്ട അല്ല, അത് നമുക്ക് ഇതുണ്ടാക്കാം. അതന്നെ അലുവിൻ്റെ ആക്കാം. കുമ്പളങ്ങ അലുവ ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറി തന്നെ കഴിയുന്നില്ല. കൊറേ പച്ചക്കറി ഉണ്ട്, കുമ്പളങ്ങ ഇല്ലെന്നുള്ളോ. പടവലങ്ങയോട് വലിയ താല്പര്യമില്ല. കുമ്പളങ്ങ പിന്നെ മോര് കറി വയ്ക്കും, സാമ്പാറൊക്കെ വെച്ച് അങ്ങനെ എപ്പോഴും ചിലവുണ്ട്. കുമ്പളങ്ങ ഓലനൊന്നും കയറില്ലേ. ഇന്നലെ ചേട്ടന് പണിയില്ലേ? ഞാൻ ഒരു തെങ്ങ് ദൈവം ചേച്ചൂട്ടാ. തെങ്ങ് പോയില്ലേ ഒരെണ്ണം, കടഭാഗം ചെതിൽ വന്നിട്ട് അതിൽ വെച്ചു. മലേഷ്യൻ ഡാർഫ് എന്ന് പറഞ്ഞിട്ട്. അത് അറിയില്ലേ വർഷക്കാലം പിടിച്ചു കിട്ടുമെന്നുള്ളതേ. എന്തായാലും വെള്ളം വരും. ചെന്തെങ്ങിന് കരിക്ക് വെള്ളം കുടിക്കാനാണ്. ചെന്തെങ്ങല്ല, വെള്ളം കുടിക്കാൻ. വെള്ളം കരിക്കിന് വേണ്ടിട്ട് വെക്കണ തന്നെയാ. ജഗ്ഗുനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എണീറ്റിട്ടില്ലേ അവൻ. അപ്പൊ അവൻ വന്നതിന് ശേഷമല്ലേ അല്ല ചേട്ടൻ ജ്യൂസ് അടിക്കാറ്? ഒരു മിനിറ്റ്, ഞാൻ എന്തേ വിളിക്കാം അവനെ. ഒരു പൂക്കാലം തന്നു പറയില്ലേ എന്ന് പറയാ, അതിനൊരു വാക്ക് പറയില്ലേ? ഒരു പൂ മാത്രം മോഹിച്ചു. ഇല്ല, ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നു അല്ലേ? അത്രയ്ക്കധിക നമ്മുടെ കുക്കുംബർ ഇത്രയ്ക്ക് വലിപ്പം വലിയ. കടക്കുമ്പോൾ ക്ഷീണം മാറാൻ ഉപകരിക്കും. അയ്യോ ചെറിയ കയ്പുണ്ട് ഇതിന്. അങ്ങനെ നമുക്ക് വണ്ടനൊരു മത്തങ്ങ കിട്ടി. ഓഹോ, തഴുതാമ നാമാവശേഷമായി പോയതാ. ഇപ്പോൾ ഇവിടെ ഒരു തഴുതാമുണ്ട്. നമുക്ക് ചൂണ്ടങ്ങോട് വലിയില്ലാത്തല്ലോ. പൊട്ടിച്ചത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ, ഇലകളില്ല. അന്ന് ചുണ്ടങ്ങ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി കുഴിച്ചിട്ടതാ. ഇപ്പോൾ ഇവിടെ വംശമറ്റ് പോവാത്ത പോലെയായി. ഇവിടെ നിറയെ ആയി. അല്ല, ഞാൻ തോരപ്പന പിടിക്കുന്ന സാധനം കേട്ടാ, അത് ഇവിടെ കൊണ്ടു വെച്ചോണത്. ഇതിൽ വേണമെങ്കിൽ കെണി വെച്ച് അവിടുത്തെ തോരപ്പന പിടിക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ മലമ്പാമ്പിന് കണ്ട നമ്മുടെ കുടിലിൻ്റെ അവിടെ ഒരു വണ്ടൻ തുരപ്പുണ്ട്. അതിന് ഇതിൽ പെടുത്താം നമുക്ക്. കണ്ട, ഇതിനിടെ ഉടപ്പം നടക്കാൻ പറ്റും.
ചില സിനിമകൾ കാണാം. ഇതുപോലെ ബിജു മേനോനും സംയുക്ത വർമ്മയായിട്ടുള്ളൊരു സിനിമയുണ്ട്, ഒരു കാറ്റ് വരുന്ന മധുര നൊമ്പര കാറ്റ്. അതിലത്തെ പോയിന്റ് ഈ പ്രദേശം ഇവിടെ കാണുമ്പോൾ അത് ശരിയാ, വരണ്ട്. സിനിമയിൽ മൊത്തം അങ്ങനത്തെ ഒരു കാലാവസ്ഥ, അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു ഒട്ടും പച്ചപ്പില്ലാണ്ട്. മലപ്പുറം വശത്ത് തന്നുകൊണ്ട് അത് ഷൂട്ട്, കാസർഗോഡാ എവിടെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാനായിട്ടില്ല. വർഷകാലം ആകുമ്പോൾ വില കൊള്ളി കിള്ളി അതിനെ നട്ട് വെറുതെ പോകാമെന്ന് മാത്രം. അല്ലാണ്ട് ഇവിടെ ഒന്നും വിളവൊന്നും ഉണ്ടാവില്ല. ഇവിടെ ആ ചക്കമ പ്ലാവുണ്ടാവും, ഒന്നും ചെയ്യാണ്ട് ചുണ്ടങ്ങി ഇഷ്ടം പോലെ ഉണ്ടാവും. കൊള്ളി നമ്മൾ വലിച്ചിട്ട് കണ്ടില്ലേ, അന്ന് നോക്കിയാൽ കൊള്ളി ഇവിടെ നട്ടിട്ട് ഇതേ കൊള്ളി വലിച്ചിട്ട് നമുക്ക് ഒരു 5-6 കൊള്ളി വലിച്ചപ്പോഴാണ് ഒരു ചെറിയൊരു കഷ്ണം കിട്ടിയത്. ഇവിടെ ഒന്നും നടണ്ട, അല്ലാണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് നട്ടാ തന്നെ വേണ്ട. അല്ല വൃത്തിയായിട്ട് കിടക്കാം. ആ അതെ, ഇത് തന്നെയാണ് കിട്ടിയത്. കണ്ട ഇതൊരു കൂട്ടാനുള്ള ഉണ്ട് നമുക്ക്. തനി ജൈവാണത്, അതുകൊണ്ടാണ് കനത്തിലാണ്ട് ഉണ്ടാവണില്ല. ഇതൊക്കെ കത്തിക്കുക. ഇത് കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലേ ശരിയാവില്ല. കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിറയെ തൊട്ടാർവാടിയേ കത്തി പിടിക്കില്ലേ. അയ്യോ ജഗു, ആ പേപ്പറിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് ഇത്. ഇന്നത്തെ പേപ്പറായാലും കുഴപ്പമില്ലേ, ഉപയോഗം നോട്ടെ, വായിക്കാൻ പറ്റാത്ത സാധനം നോട്ടെ. ചെറിയൊരു കഷ്ണം മതി. ചൂടിൻ്റെ ഒപ്പം ഒരു ചൂട് കൂടി. ജഗു ഒരു മത്തങ്ങണ്ട എവിടെയാ? ഏത് അവിടെ ഇരിക്കുന്ന മത്തങ്ങ വണ്ടാൻ പേടിയോ പോയി. അതെ, പച്ചപ്പുല്ല് ഇടാൻ കേട്ടാ. പച്ചപ്പുല്ല് പറയാൻ പറ്റില്ല, എല്ലാ സാധനം ഉണ്ട്, തൊട്ടവാടിയും ഒക്കെ ഉണ്ട്. വീണ നിലത്തേക്ക് വെയിലിൻ്റെ ചൂടേ സഹിക്കാൻ പറ്റില്ല. ഞാൻ നോക്കിയേ വയർക്കണം, നോക്കിയേ കണ്ടാ മോൻ തമ്മിലൊക്കെ വയർത്ത് ആകെ ചൂട് കാരണം ഫോൺ വരെ സ്റ്റക്കായി. ഒന്നുമില്ല, വെറുതെ ഇപ്പോൾ സമയം ഒരു 8:45 കാലത്ത്. എന്നിട്ടാണ് എന്തായി ചുണ്ടങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാ അത് കൂടി വരാ ചുണ്ടങ്ങേര എണ്ണ പൊട്ടിക്കും തോറും. ആ അതാണ് ചുണ്ടങ്ങേര പ്രത്യേകത. ജഗുതൊക്കെ പൊട്ടിക്കറ വേഗം, ഈ വെയിലിൽ നിന്ന് വേഗം രക്ഷപ്പെടാൻ. എനിക്ക് വലിയ ചൂട് തോന്നുന്നുള്ളല്ലോ, ഞാൻ കളക്കണ കാരണം എന്തുകൊണ്ട് ഭയങ്കര. ആ അതൊക്കെ പൊട്ടിക്ക്. ഇടരുത്ര തെറിച്ച് പോലേ. മറ്റേ രാവണൻ ശ്രീരാമനായിട്ട് യുദ്ധത്തിന് ഫസ്റ്റ് ദിവസം പോവും. രാവണൻ ക്ഷീണിച്ചു എന്ന് കാണുമ്പോൾ ശ്രീരാമൻ പറയും, നീ ഉഷാറായിട്ട് വാ, ഇന്നിപ്പോൾ നമുക്ക് യുദ്ധം നിർത്താമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണ് രാവണൻ യുദ്ധം ചെയ്തതെന്ന് തോന്നും. എല്ലാവരും നഷ്ടപ്പെട്ടു, അനിയനും ഇവരൊക്കെ നഷ്ടപ്പെട്ടില്ല, കുംഭാരനും ഇവരൊക്കെ മരിച്ചു പോയിട്ട് അവസാനമാണല്ലേ രാവണനായിട്ട് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ രാവണൻ്റെ അമ്മാവനാന്നുള്ളത് മാലിവാനാ ആരാണ്ട് വരും, ഓർമ്മയിൽ കൃത്യമായിട്ട് അറിയുന്നത് പറഞ്ഞെന്നുള്ളടാ. അതോ പാതാള രാവണനാവോ, പാതാളത്തിൽ ഉള്ള ഒരു രാവണുണ്ട്, ആളാണോ വരാമെന്നുണ്ട്. ഇപ്പോൾ രാവണൻ പറയുന്നത് യുദ്ധം ചെയ്യുമ്പോൾ ആദ്യം ഒരു ശ്രീരാമനെയാണ്ട് കാണുള്ളൂന്ന്, പിന്നെ എവിടേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെയൊക്കെ രാമന്മാരാന്ന്. എല്ലാവരും ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന പോലെ തോന്നും. അതുപോലെയാണെന്ന് ഇപ്പോൾ ഇത് കാണുമ്പോൾ. ഇത് പൊട്ടിച്ചാലും കയ്യിൽ എവിടെയൊക്കെ നോക്കണം അവിടെയൊക്കെ ചുണ്ടങ്ങി മാത്രം. കണ്ട എല്ലാ സ്ഥലത്തും ചുണ്ടങ്ങ. നമ്മൾ പൊട്ടിച്ച ഏരിയയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിലും അവിടെയും ചുണ്ടങ്ങ. ഭയങ്കര ഔഷധം. ശ്രീരാമൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നീ ആദ്യം പോയി ക്ഷീണം മാറ്റിയിട്ട് വന്ന്.
ഈശ്വരന് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. മറ്റേ അശോകന് ക്ഷീണമാവാന്ന് പറയുന്ന പോലെ ആൾക്ക് ക്ഷീണമൊന്നുമില്ല. ഇവരൊന്നും രാമായണമൊന്നും വായിച്ചിട്ടില്ല. പണ്ട് തമാശക്ക് പറഞ്ഞതാ. അതായതേ അതെനിക്ക് മനസ്സിലായി. ശ്രീരാമന് ക്ഷീണം വന്നു. അപ്പൊ എനിക്ക് ക്ഷീണം വന്നു, അത് കാരണം കൊണ്ട് യുദ്ധം നിർത്താം എന്ന് പറഞ്ഞ നാണക്കേടല്ലേ. അപ്പൊ അതിന് പകരം നിന്നെ കാണുമ്പോ ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യണോ, പോയി ക്ഷീണം മാറ്റിയിട്ട് രാവണ, എന്നിട്ട് നമുക്ക് നാളെ യുദ്ധം പുനരാരംഭിക്കാം പറഞ്ഞിട്ടുണ്ടാവുന്ന്. അതല്ല ജഗ്ഗു ഉദ്ദേശിച്ചേ. ജഗ്ഗു അത് ഉദ്ദേശിച്ചത്. ഇവരൊക്കെ ഇങ്ങനെ പറയുള്ളോ ഈ തലമുറയിലത്തെ പിള്ളേര്. എല്ലാറ്റോളം എയ്ത്തിസ്റ്റുകളല്ലേ. ഇവർക്ക് അതിലൊന്നും വിശ്വാസമില്ല അങ്ങനത്തേലൊന്നും. അല്ല ജഗ്ഗു, നീ എയ്ത്തിസ്റ്റ് അല്ലേ? പണ്ട് ജഗ്ഗുവിൻ്റെ പ്രായമൊന്നും വേണ്ട. അതിലും 5-8 വയസ്സുള്ളപ്പോൾ തന്നെ നമ്മുടെ അച്ചാച്ചൻ രാമായണത്തിൻ്റെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കമ്പരാമായണം. അത് അച്ചാച്ചൻ്റെ കാൽക്കലിരുന്ന് അച്ചാച്ചൻ മറ്റേ ചാരു കസേരയിൽ ഇങ്ങനെ മലർന്ന് കിടക്കും. നമ്മൾ കടക്കിലല്ല, കാൽക്ക ഇരുന്നിട്ട് ഈ രാമായണം ഉറക്കിരുന്ന് വായിക്കും. അച്ചാച്ചൻ അതങ്ങോട്ട് കേട്ടങ്ങനെ രസിച്ചിരിക്കും. അതെ, വാൽമീകി എഴുതിയ രാമായണം വാൽമീകി രാമായണം. കമ്പർ എന്ന് പറഞ്ഞ ആളെഴുതിയിട്ടുള്ളതാണ് കമ്പരാമായണം. എഴുത്തച്ഛൻ ഇതാകുമ്പോൾ അധ്യാത്മരാമായണം. കുറേ പേര് എഴുതിയിട്ടുണ്ട് രാമായണം. പിന്നെ ഈ മറ്റേ ഒരു തുളസിദാസ് ആള് രാമായണം എഴുതിയിട്ടില്ലേ? എനിക്കറിയില്ല. അയ്യോ, അതിന് പേര് മറന്നു ഞാൻ. വയസ്സാകുമ്പോൾ നമുക്ക് ഓർമ്മ വരും. പുസ്തകങ്ങളുടെ പേര് പോലും മറന്നു തുടങ്ങി. ജഗ്ഗു അതുമ്പോ വല്ല പ്രാണികളുണ്ട്. എനിക്ക് അല്ലാണ്ട് തന്നെ മേലാകെ ചോറിഞ്ഞിട്ട്. അതെടുത്തേ മതി, വെയിലുകൊണ്ട് പരിവായി. അടുത്തേ ഇല്ല, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എനിക്കുള്ളൂ. അയ്യോ, ഇനി ഇത് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് ഇനി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഇത്രയും മതി നമുക്ക് പറ്റലുണ്ടാക്കാനായിട്ട്. ഇത് ഞാനിപ്പോൾ കഴുകിയിട്ട് ചതയ്ക്കും, എന്നിട്ട് തൈര് അങ്ങനെയാണോ ഇതുണ്ടാക്കാ? അറിയോ? അത് വെയിലത്തിട്ട് വെക്കും, ഉണക്കും. അത് ഇനി കൊലകൾ നിൽക്കണത് കൂടി പൊട്ടിച്ചു തന്നിട്ട് പോ. കഴിയണില്ല ഇത് ഒരു കാലത്തും. ചുണ്ടങ്ങ ഇങ്ങോട്ട് വാ. നീ പതുക്കെ മുങ്ങാന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങോട്ട് വായോ. ഉറുമ്പേ ഇങ്ങോട്ട് പോണു, ഭരണിക്കാവിൽ വിത്തിന് പോണു. അവിടുത്തെ തമ്പുരാൻ എന്ത് പറഞ്ഞു? തല്ലാൻ വന്നു, കുത്താൻ വന്നു, കൈത വളപ്പിൽ ഓടി ഒളിച്ചു. കൈത എനിക്കൊരു പൂവും തന്നു, പൂവും കൊണ്ട് കണ്ടത്തിലിട്ടു. കണ്ടം എനിക്ക് നെല്ല് തന്നു, നെല്ലും കൊണ്ട് ചെമ്പിലിട്ടു. ചെമ്പ് എനിക്ക് പുഴുങ്ങി തന്നു, പുഴുങ്ങിയതും കൊണ്ട് ഉരലിലിട്ടു. ഉരൽ എനിക്ക് കുത്തി തന്നു, കുത്തിയതും കൊണ്ട് കലത്തിലിട്ടു. കലം എനിക്ക് കഞ്ഞി തന്നു, കഞ്ഞിയും കുടിച്ച്. അയ്യോ, ചുണ്ടങ്ങേരെ കാതും കുത്തി പട്ടര വീട്ടിൽ കല്യാണം എന്നാണ്ട് പണ്ടൊരു ഇതുണ്ട്. അവിടെ പോയിട്ട് എൻ്റെ കാര്യം അവിടെ എന്തിനാ സംഭവിച്ചെന്നല്ലേ. കഞ്ഞിയും കുടിച്ച് മുള്ളുണ്ട്. ഇതിനെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഇതിനെ കടക്കിയിട്ട് തീയിട്ട് കത്തിച്ചാലും ആള് നാശാവില്ല. ഫിനിക്സ് പക്ഷി എന്നൊക്കെ പറയില്ലേ, ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന സാധനമാണ് ചുണ്ടങ്ങ. ഏത് പ്രതികൂല കാലാവസ്ഥേനെയും അതിജീവിക്കും. കഴിഞ്ഞില്ലേ? നിർത്തി. എൻ്റെ കണ്ണിക്കൂടെയൊക്കെ വെള്ളം വരാം. വയർപ്പിൻ്റെ ആ ഉപ്പ് രസം കണ്ണീന്ന് വെള്ളം വരെ വയർപ്പാ. അല്ല, ഇങ്ങനെയൊക്കെ തലേരുള്ളി കൂടെ അല്ല, തലേരുള്ളി കൂടെ അല്ല, ശിരസിന്ന് വെള്ളം വന്ന് കണ്ണി കൂടെ ഇങ്ങോട്ട് ഒലിച്ചിറങ്ങുമ്പോഴേ കണ്ണിൽ ഉപ്പ് രസം, കണ്ണ് നീറാ. ചുണ്ടങ്ങ ഇനിയും കുറേ ഉണ്ട്. നമ്മൾ പകുതി പോലും ആയിട്ടില്ല, ഇത്രയ്ക്ക് പൊടിച്ചു. വാ, നമ്മുടെ പപ്പക്കായ ഇത് പിടിച്ച പഴുത്തുണ്ട്. ഇതാണ്ട ഇത് ഒരം പൊട്ടിക്കാം, ലോഡ് കുറയ്ക്കാനായിട്ട് തന്നെ. ഇത്രയ്ക്ക് ആകുമ്പോൾ അന്ന് പൊട്ടിച്ചിട്ട് തീരെയായിട്ട് നടന്നില്ലേ. ഇത്തിരി നന്നായി പഴുത്തിട്ട് പൊടിച്ചാൽ മതിയെന്ന്. ഇതിപ്പോൾ കുഴപ്പമില്ല. ഇനി ഇപ്പുറത്ത് വരാൻ കൂടി ഉണ്ട്. അതായത് ഇത് നോക്കിയേ കടാ, ഇങ്ങനെയുണ്ട്. വാ, ആ മത്തങ്ങ എടുക്ക്. ആ മത്തങ്ങ നിനക്ക് പറ്റില്ലോ. വാ, വെണ്ടക്കായ പൊടിക്കാണ്ട്. വെണ്ടക്കായ ഇഷ്ടം പോലെ ചേട്ടാ നമുക്ക് ഉണ്ടാവേണ്ടത്. വേണ്ട ഇത്
നിനക്ക് ഒരുമിച്ച് പോവാം ഇതിപ്പോൾ പോരാ ഇത് കഴിഞ്ഞു ധൃതി ഇത് കഴിഞ്ഞു ഒരുമിച്ച് പോവാം. പൂവാറാവുമ്പോ എടുത്താ മതിയായിരുന്നില്ലേ? നല്ല വെയിറ്റ് ഉണ്ട്, പിടിച്ച് നിക്കണ്ടേ? ദേ വെണ്ടക്കായ പിടിച്ച പോവാ. വെണ്ടക്കായ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പോരാ. മണ്ണിലുള്ള ഭാഗം വെളുത്തില്ല. മണ്ണിലല്ല, സൂര്യപ്രകാശം ഏൽക്കാത്ത ഭാഗം. മറ്റേ മെലാനീന എന്താ പറയാ ഈ ഇംഗ്ലീഷുകാർക്ക് വെയിലത്ത് സൂര്യപ്രകാശത്ത് കിടക്കുമ്പോൾ കിട്ടുന്ന സാധനം മെലാനിൻ. ആ മെലാനിന് ഇങ്ങനെ ചെടികൾക്ക് ഉണ്ടാവാ? അല്ല അതുപോലെയാണ്, ക്ലോറോഫില്ലല്ലേ? അതുപോലെയാണ്. പച്ച കളർ കൊടുക്കണ സാധനം. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ ഇംഗ്ലീഷ് അയ്യോ പാവജഗ് പെട്ടു. അത് ഒരിക്കൽ വെക്കുണ്ടിയ നിലത്ത് പൂവാറമ്പെടുത്താ അത് മതി. ഈ മത്തങ്ങാരത് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ പറ്റിയത് ഇംഗ്ലീഷുകാർ ജട്ടിയും ബ്രസീൽ ഇട്ടിട്ട് കിടക്കുന്നില്ലേ, അവർ ആ ഇതിട്ട സ്ഥലത്ത് മാത്രം വേറെ കളറായിരിക്കും, മറ്റു ശരീരത്തിൻ്റെ അവിടെ വേറെ കളറായിരിക്കും. അല്ല ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെയാണ് മത്തങ്ങേര കളറ്, അതിന് മറിഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെള്ള. വല്ലാത്ത ഉദാഹരണം. പച്ചയും ഈ വെണ്ടക്കായ എല്ലാ ദിവസവും പൊട്ടിക്കണം, അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് മൂക്കണ സാധനമാണ്. ഇതിലൊക്കെ എന്തിട്ടായിരുന്നു? ഇവിടെ വല്ലതും നട്ടുണ്ടോ? അതിലൊന്നും നട്ടില്ലേ, നനവ് കൂടി ഇപ്പോൾ പുല്ല് പിടുന്ന വലുതായി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നനവേ പുല്ലിന് വളരാനായിട്ട് വേറെ കാരണമൊന്നും വേണ്ട, അത്ര ഉണ്ടായാൽ മതിയില്ലേ. ഞാൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇത് പൊട്ടിച്ചോ? ഇനി ഇല്ല തോന്നൂലൊന്നും. ഇനി 2 ദിവസം കഴിഞ്ഞുണ്ടാവും. പോവാ എടുത്തറ മത്തങ്ങ എടുത്തോ. ഇത് മറ്റേ സിനിമയില്ലേ തിലകൻ ദിലീപ് +2 വിദ്യാർത്ഥിയായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് എടുത്താ എഴുതാനുള്ള പെൻസില്. അത് ഞാൻ പിടിക്കാം. അങ്ങോട്ട് തന്നോ പേപ്പർ. അതൊക്കെ പോയേനെ. ആ പപ്പക്കായ സജീവനോട് കൊടുത്തോ. ഇതേ നമ്മുടെ മത്തങ്ങയും മത്തങ്ങയുടെ തൈകൾ നല്ല വലിപ്പമായിട്ടാ പൂടാറായിട്ടുണ്ട്, അടിപൊളിയിട്ട്. ഇത്രയ്ക്ക് പോകുന്ന മത്തങ്ങയൊന്നും പ്രതീക്ഷിക്കണ്ട, സാധാരണ മത്തങ്ങയ്ക്ക് ഉണ്ടാവും. ഇതാണ് നമ്മുടെ കേട്ടാ, ഇതല്ല രണ്ടാണ് ഈ രണ്ടും. ഇത് നമ്മുടെ ഇതിൽ ചുണ്ടങ്ങയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. വെണ്ടക്കായും പപ്പക്കായാണ് എൻ്റെ അധ്വാനം എന്ന് പറയാട്ടാ, ബാക്കിയുള്ള എൻ്റെ അധ്വാനമല്ല. ഇത് നമുക്ക് ചുണ്ടങ്ങ കഴുകി അത് വറ്റിലാക്കാം കേട്ടോ. അപ്പോൾ നിർത്താം. കാലത്തെല്ലാം പണിയെടുത്ത് തവിട് പിടി കളയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൂട്ടത്തേ നമുക്ക് പറ്റില്ല നിൽക്കാൻ. ഞാൻ നിൽക്കണം, വെള്ളമേ തൊഴിച്ചിട്ടില്ല, വയർ കൊണ്ടിട്ടാണ്. അപ്പോൾ ശരി.